നമ്മൾ വീട്ടമ്മമാർക്ക് ചില ദിവസങ്ങളിലൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ശകലം മടിയുള്ള കൂട്ടത്തിലാണല്ലേ. അപ്പോൾ ആ മടിയൊക്കെ ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ FCHൻ്റെ ഇഡ്ഡലി മാവ് ദോശ പാക്കറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ FCH നമുക്ക് ഇഡ്ഡലി മാവ് ദോശ മാത്രമല്ല, നൂലപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാത്തരം അപ്പങ്ങളും നമ്മൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് FCHൻ്റെ പാക്കറ്റ് നമുക്ക് വാങ്ങിയിട്ട് നമ്മുടെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടിപൊളി ബ്രാൻഡാണ്. അപ്പോൾ എന്നെപ്പോലുള്ള മടിയന്മാരായ വീട്ടമ്മമാരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? നമ്മൾക്ക് ഇഡ്ഡലിയൊക്കെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് മുന്നേ നമ്മുടെ മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്നൊന്ന് പുറത്ത് വെക്കുക. നമ്മൾക്കൊരു ഫ്രൈ പാൻ എടുക്കുക, ഒരു കയ്യിലെടുക്കുക, ഒരു ചട്ടകം എടുക്കുക, എന്നിട്ട് കോരി എടുക്കുക, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ദോശ ചൂടുന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ഈസി ആയിട്ട്, ഒന്നും അരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇഡ്ഡലിയാണ് വേണ്ടതുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രം എടുക്കുക, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. സാധാരണ ഇഡ്ഡലി ചുടുന്ന പോലെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കറ്റ് ഇഡ്ഡലി ദോശൻ്റെ പാക്കറ്റ് മാവാണിത്. ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ നമുക്കിത് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ അരക്കുക, അരി കുതിർക്കുക, ഈ പരിപാടികളൊന്നും നമ്മൾക്ക് വേണ്ട. ഈസിയായിട്ട് നമുക്കിത് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ആലു പൊറോട്ട ഉണ്ട്, അങ്ങനെ ഇടിയപ്പം, നൂലപ്പം, അങ്ങനെ എല്ലാത്തരം ഉണ്ട്.